ശിവ, എന്റെ അച്ഛന് എഞ്ചിനീയറാ. ഇവിടെ ടണലിന്റെ ജോലി ചെയ്തോണ്ടിരിക്കുക. വേദാനഗരം വീനസ് സിറ്റിയിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കുവാണേ. അങ്ങനെ ഒരുപാട് ദൂരം കുറഞ്ഞു കിട്ടും ശിവ. ശിവ, അകത്തേക്ക് പോവാൻ ആർക്കും അനുവാദമില്ല. അതും കുട്ടികൾക്ക് ഒരു സുരക്ഷിതയില്ല അകത്ത്. മാത്രമല്ല വർക്ക് നടക്കുന്ന സ്ഥലത്ത് കുറെ മണ്ണും പൊടിപടകളാണ്. എല്ലാവരും പുറത്തുനിന്ന് നോക്കിയാ മതി, ഞങ്ങളും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ പപ്പിക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഒരു മിനിറ്റ്. ആദി പറയൂ. പപ്പ, ഞാനും എന്റെ ഫ്രണ്ട്സും ടണലിന്റെ വർക്ക് കാണാൻ വന്നിരിക്കുക. ഞങ്ങളൊരു കുറച്ച് സമയത്തേക്ക് അകത്തേക്ക് വരട്ടെ? വേണ്ട മോനെ, ഇത് മൊത്തം അപകടം പിടിച്ച സ്ഥലമാ. ഇവിടെ ഡീഗിങ് ചെയ്യുന്നോണ്ട് പെട്ടെന്ന് മലകൾ നിർത്താനാ പറഞ്ഞ്. ഹലോ, ഒന്ന് നിർത്താൻ. നിങ്ങളിത് ചെയ്യുന്നോണ്ട് ഗുഹ വളരെ അപകടത്തിലാണ്. ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ആദി ഇങ്ങോട്ട് വരല്ലേ, ടണൽ ബ്ലോക്കായി പോയി. മുകളിൽ നിന്ന് കല്ലുകൾ. ഹലോ ഹലോ ആദി, ഹലോ. ലഡു സിംഗ് സാറേ, എന്റെ പപ്പ അകത്ത് കുടുങ്ങി. വേഗം രക്ഷപ്പെടുത്ത്. ആദിമോനെ, ഡോണ്ട് വറി. ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിന്റെ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്നേ. ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്തേക്ക് എടുത്തോളാം. നീ വെറുതെ വിഷമിക്കരുത് മോനെ. അതെ, സമയം ഒരുപാട് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. രാത്രി ഇവിടെ തങ്ങിയാൽ വന്യമൃഗങ്ങളുടെ ശല്യം ഒരുപാടുണ്ടാവും. നിങ്ങൾ എല്ലാവരും നേരെ വെളുത്തിട്ട് വന്നാ മതി. ഇവിടെ രാത്രി മുഴുവൻ പണി നടക്കും. ഞാനിത് നോക്കിക്കോളാം. ഓക്കെ, ചെല്ല്, പോയിക്കോളൂ. ഇല്ല, എന്റെ പപ്പയെ തനിച്ചു വിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. ആദിമോനെ, ലഡ്ഡു സിംഗ് പറയുന്നത് ശരിയാ. ഞങ്ങൾ എല്ലാവരും കൂടി നിന്റെ പപ്പയെയും മറ്റുള്ളവരെയും പുറത്തു കൊണ്ടുവരാം. ചെല്ല്, എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ രാത്രി മുഴുവൻ നിന്ന് ഇവിടുത്തെ പണികളൊക്കെ നന്നായിട്ട് നടക്കണ്ടോന്ന് നോക്കിക്കോളാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്റെ പപ്പയെയും മറ്റുള്ളവരെയും തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ മലയിൽ മഴ പെയ്ത് വെള്ളം കാരണം കൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ ചെറിയ ചെറിയ ടണൽസ് ഉണ്ടായിരിക്കുന്നു. ദാ ഈ ലൈൻ കണ്ടില്ലേ, അവിടെ നിന്നാണ് മഴവെള്ളം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ മലയുടെ മറുഭാഗത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോ മഴവെള്ളം പോകുന്ന വഴി തീർച്ചയായിട്ടും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. പിന്നെ താഴെ അണ്ടർ വാട്ടർ ടണൽ വഴി നമുക്ക് ആദ്യം അച്ഛനുള്ള സ്ഥലത്തെത്താം. നമ്മളെല്ലാരും അവിടെ പോയി കുടുങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരെ രക്ഷപ്പെടുത്തുക? അതുമല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് മലയിടുക്കുകളിലൊക്കെ ഏലിയൻസ് താമസിക്കുമെന്ന്. അവിടെ ഞാൻ ഏലിയൻസ് കണ്ടാലോ? ഏലിയൻ അല്ലാതെ വേറെ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ആലോചിക്കാനായിട്ട്. എന്നാ പിന്നെ അവിടെ ഭൂതങ്ങളുണ്ടെങ്കിലോ? എന്റെ അമ്മ എന്തായാലും ഈ സമയത്ത് നാട്ടിൽ പോയത് നന്നായി. അല്ലെങ്കിൽ ഇതറിഞ്ഞ അമ്മ ആകെ വിഷമിച്ചേനെ. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും മമ്മിയെ അറിയിക്കരുത്. നാളെ നമുക്ക് തീർച്ചയായും നിന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ പറ്റും. ഡോണ്ട് വറി. നേരം വെളുത്ത ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. തീർച്ചയായും നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാവും. തീർച്ചയായും നമുക്ക് ആദ്യം അടുത്ത് എത്താൻ അത് വഴി സാധിക്കും. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. ശിവാദി, അങ്ങോട്ട് നോക്ക്, ഒരു ടണൽ കാണുന്നുണ്ട്. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. ചിലപ്പോ ഈ വഴിയാണെങ്കിലോ.
ഓഹോ, നെറ്റ്വർക്ക് കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഈ വിവരം ലഡു സിംഗ് സാറിനെ അറിയിച്ചേ പറ്റൂ. യെസ്. ഓ എന്റെ പ്രാണിയേ, നീ എന്തിനാ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത്? ഒന്ന് പോകുന്നുണ്ടോ? നോക്കൂ ലഡു സിംഗ് സാർ, ഞാൻ ശിവയാണ് സംസാരിക്കുന്നത്. ആര്? ശിവയോ? അതെ, അതെന്റെ ഗാഡ്ജറ്റ് ആണ്. ലഡു സിംഗ് സാറേ, ഞങ്ങൾ മലയുടെ മുകളിൽ വഴി നോക്കായിരുന്നു. പെട്ടെന്നൊരു ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ട് താഴോട്ട് വീണു. ഒന്ന് വേഗം വന്ന് രക്ഷപ്പെടുത്തു. ഡോണ്ട് വറി ശിവ, ഡോണ്ട് വറി. ഞാനിതാ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു. വരൂ മുത്തച്ഛ, നമുക്ക് പോകാം. എന്ത് പറ്റി? നീ എന്താ ഇവിടെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നമ്മളെവിടെ ശരിക്കും കുടുങ്ങി. ഇനി ആരാ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുക? ഇങ്ങനെ വിഷമിക്കില്ല യോടി, നമുക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാവുന്നേ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. യൂടി, എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴാണ് നിനക്ക് വിശപ്പ് കൂടുന്നത്. എനിക്ക് പേടി കൂടുമ്പോ വിശക്കാനും തുടങ്ങും. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും അവിടെ ഉണ്ടോ? അല്ല, ഇതെന്താ പഴഞ്ചൻ കഥ പോലെ? നിങ്ങൾ ഇങ്ങനെ പറയണേന് പകരം ഹെൽപ്പ് എന്ന് പറയൂ. എന്തായാലും ആഹാരം കിട്ടില്ലെന്നറിയാം. ഇനി വെള്ളം കുടിച്ചെങ്കിലും ഞാൻ വയറ് നിറയ്ക്കട്ടെ. വെള്ളം കുടിക്കാനുള്ള നല്ലൊരു ഐഡിയ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴെ ഇങ്ങനെ മുട്ടുമടക്കുക, എന്നിട്ട് മുഖം വെള്ളത്തിലാക്കുക, എന്നിട്ട് മുഖം മുട്ടിച്ച് വെള്ളം വലിച്ചങ്ങ് കുടിക്കോ. ഇത് വെള്ളം കുടിക്കാനുള്ള പുതിയൊരു കണ്ടുപിടുത്തം. ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? മോനെ, ഞങ്ങൾ ഇവിടെ ടണലിൽ കുടുങ്ങി കിടക്കുക. എനിക്ക് തോന്നുന്നു എന്റെ പപ്പ ഇവിടെ അടുത്തുള്ള ടണലിലാണെന്ന്. എങ്ങനെയാ കണ്ടുപിടിക്കുക? അവിടെയും ഒരു വെള്ളത്തിന്റെ കുളമുണ്ടല്ലോ.
ചിലപ്പോ ഈ കാണുന്ന വെള്ളം ആ ടണൽ വരെ പോവാണെങ്കിലോ? ഞാൻ ഉദ്ദേശിച്ച പോലെ വെള്ളം അതുവരെ ഒഴുകുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്നോളൂ. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. സൂക്ഷിച്ചു പോണേ ശിവ. ഓൾ ദി ബെസ്റ്റ്. ശിവ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തിയാ നീ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇതിലൂടെയാ വന്നെന്ന് വിശ്വസിക്കാനാവുന്നില്ല. നീ ശരിക്കൊരു ധീരനാ. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒന്നിച്ചു പരിശ്രമിക്കണം. നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം നീന്തി ആ കെവിൻ്റെ അടുത്ത് എത്താം. പക്ഷെ മോനെ, എനിക്ക് സ്വിമ്മിങ് അറിയില്ല. എനിക്കും സ്വിമ്മിങ് അറിയില്ല മോനെ. ഓ അങ്ങനെയാണോ? എന്തായാലും ശരി, ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാം. ആദി, ഞാനിപ്പോ നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്നാ സംസാരിക്കുന്നേ. രേവ, ഞാൻ എന്റെ സൈക്കിൾ ഇവിടെ വരുത്തിക്കാൻ പോവാണ്. കാരണം ഇവരെ എല്ലാരെയും നമുക്ക് അവിടെ എത്തിക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് ടണൽ വഴി വെള്ളം ഒഴുകി വന്നാണ് ഇവിടെ ഒന്നിച്ചു ചേരുന്നത്. എനിക്കിപ്പോ ശരിക്കും ഓർക്കാൻ കഴിയുന്നില്ല. അതായത് ഞാൻ ഏത് ടണൽ വഴിയാ വന്നെന്ന്. എനിക്കൊന്ന് പറഞ്ഞുതരാൻ ശരിക്കും വഴി കാണിക്കൂ. ഓക്കെ ശിവ. ഡോഗി, ഇന്ന് നിന്നെ വളരെ അത്യാവശ്യമാണ്. പോകൂ, എത്രയും പെട്ടെന്ന് ശിവയെ കൊണ്ടുവരൂ. ശിവയെ കിട്ടി, ശിവയെ കിട്ടി. ശിവ, ശിവ, നീ ഇത്രയും ചെറിയ ദ്വാരത്തിലൂടെ എങ്ങനെ അകത്തേക്ക് കയറി ശിവ? എന്തിനാ പേടിക്കുന്നത്? ആ പാമ്പ് പോയല്ലോ, പേടിക്കരുത്. നിങ്ങളൊന്ന് ആലോചിക്ക് കൂട്ടുകാരെ. നമ്മുടെ ശിവയോട് എങ്ങനെയാ പറയാ ഏത് ടണലാണ് ഇങ്ങോട്ട് വരാനുള്ള വഴിയെന്ന്? ഞാൻ വേണമെങ്കിൽ പോകാം. പോകാനുള്ള വള്ളികൾ കുറച്ച് കണക്ട് ചെയ്താൽ മതി. അത് എന്നിൽ കെട്ടിയിട്ട് ഞാൻ താഴോട്ട് പോകാം. എന്തെങ്കിലും പറ്റി ഞാൻ വലിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മുകളിലേക്ക് വലിക്കണം.
ഇതുവരെ ശ്വാസം പിടിക്കാൻ പറ്റിയില്ല. വേണമെങ്കിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഇത് ശരിയാവില്ല ആദി, നമുക്ക് വേറെ വഴി ആലോചിക്കാം. ഇത് കൈകൊണ്ട് മുറുക്കി പിടിച്ച് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു പിടിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് എത്താം. കാരണം അധിക ദൂരമൊന്നുമില്ല. എനിക്ക് ആ ടണൽ ഒന്ന് കറക്റ്റായി കണ്ടാ മതി. എവിടെ നിന്നാണ് വന്നെന്ന് ഒരു ഓർമ്മയില്ല. ഞാൻ എന്റെ ബാഗ് തുറന്നു നോക്കാം, എന്തെങ്കിലും കിട്ടുമോന്ന്. യെസ്, ദാ ഇത് കിട്ടിപ്പോയല്ലോ. ആദി, മോനെ ആദി. താങ്ക്സ് ശിവ, താങ്ക്സ് എ ലോട്ട്. ഫ്രണ്ട്ഷിപ്പിൽ നോ താങ്ക്സ് നോ സോറി. നമ്മൾ ഇപ്പോഴും ശരിക്ക് പുറത്തേക്ക് പോവാൻ പറ്റിയിട്ടില്ല. ചിലപ്പോ ലഡ്ഡു സിംഗ് സാറ് വന്ന് നമ്മളെ സഹായിച്ചാലോ? ശിവയുടെ കൂട്ടുകാരെ സൈക്കിൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം ശിവയും അവന്റെ കൂട്ടുകാരും ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. പക്ഷേ അവരെവിടെയാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ. ഹലോ അല്ല, ഹെൽപ്പ്, 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 ഹെൽപ്പ്. യെസ്, ഡോഗി, ഡോഗി. ശിവ കിട്ടി, ശിവയെ കിട്ടി, ശിവയെ കിട്ടി. ശിവ, നിന്നെ ഞാൻ ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവരാം. നിങ്ങൾ എന്തായി ചെയ്തത്? പാട്ടൊന്ന് നിർത്തോ. അതേതായാലും കലക്കി മുത്തശ്ശ. യെസ് മുത്തശ്ശ, താങ്ക് യു. സോറി, കറക്ഷൻ. ഇതുപോലത്തെ രാഗങ്ങൾ പാടിയാൽ പാറകൾ പോലും പൊട്ടിക്കളയുമെന്ന് ഇപ്പൊ മനസ്സിലായി. ശിവ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാവില്ല. നീ ആദിയുടെ ഫ്രണ്ടാണല്ലോ. അതുകൊണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ താങ്ക്സും ഇല്ല, സോറി ഇല്ല. ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് ഇന്ന് നീ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. 3 cheers for Shiva! Hip hip hooray! Hip hip hooray!